ഇന്നത്തെ വീഡിയോയിൽ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബീറ്റ്റൂട്ടും മുട്ടയും വെച്ചിട്ട് നല്ല അടിപൊളി ഒരു തോരൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു മുട്ട ചേർക്കുന്നത് കൊണ്ട് ഈ ഒരു ബീറ്റ്റൂട്ടിൻ്റേതായ ഒരു ചുവ ഉണ്ടാകത്തതേയില്ല. അപ്പോൾ അത് ശരിയാക്കാവുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലോട്ട് പോയി കണ്ടിട്ട് വരാം. അപ്പം എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പം ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു ബീറ്റ്റൂട്ട് തോരൻ ശരിയാക്കാനായിട്ട് നല്ല വലിയൊരു ബീറ്റ്റൂട്ട്, 2 സവോള, 1 പച്ചമുളക്, അതുപോലെ ഈ ഒരു മുട്ട, ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു തോരൻ ശരിയാക്കാം. ഇത് ഞാൻ അരിഞ്ഞെടുത്തിട്ട് കാണിക്കാം. ആ ഒരു വലിയ ബീറ്റ്റൂട്ട് അരിഞ്ഞെടുത്തപ്പോൾ ഒരു പാത്രം നിറയെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തോരൻ വെക്കാനായിട്ട് പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമ്മൾ എത്ര തോരന് വേണ്ടി അരിഞ്ഞെടുക്കുന്നോ അതിനനുസരിച്ച്. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. കൂടെ തന്നെ ഒരല്പം പെരിഞ്ജീരകം ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി സവോള അരിഞ്ഞെടുത്ത് ഇട്ട് കൊടുക്കാം. സവോളയും പച്ചമുളകും ഉണ്ട്. ആയിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ബീറ്റ്റൂട്ട് നമ്മൾ പാചകം ചെയ്യുമ്പം പൊടി പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് അടച്ച് വെക്കുന്നില്ല. ബീറ്റ്റൂട്ടും ക്യാരറ്റും ഒക്കെ അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കളറങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതിപ്പോൾ പൊടി പൊടിയായിട്ട് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട് എളുപ്പം അങ്ങ് വേവും. ഇതൊന്ന് തപ്പിക്കൂട്ടി വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇങ്ങനെ 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ സമയം നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ തിരുമിയത് അതേ രീതിയിൽ ഇട്ട് കൊടുക്കാം. എന്നാൽ വെളുത്തുള്ളിയും ജീരകവും ഒന്ന് ചവച്ചിട്ടിട്ടുണ്ട്, അതുകൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിങ്ങനെ ഒന്ന് തപ്പിക്കൂട്ടി ഒന്നുകൂടെ ഒന്ന് വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലേക്ക് 1 മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനെ ഒന്ന് ചിക്കിയെടുക്കാം നമുക്ക്. മുട്ടയും കൂടെ ഒക്കെ ഇതിൽ ചേർക്കുമ്പോൾ ആ ഒരു ബീറ്റ്റൂട്ടിൻ്റെ ആ ഒരു ചെവ അല്ലെങ്കിൽ ആ ഒരു ചുവ വരത്തുകയില്ല കേട്ടോ. ഇതെല്ലാം കൂടെ ഒരു സൈഡിൽ നിന്ന് ഇതെല്ലാം കൂടെ ഇളക്കാം.
അപ്പോൾ ഈ മുട്ട നമ്മൾ ഈ ചിക്കി പൊരിച്ചത് എല്ലായിടത്തേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്, ഇളക്കി നല്ലതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പട്ടുചീരയുടെ അതേ ഗുണമുള്ള നമ്മുടെ ബീറ്റ്റൂട്ട് തോരൻ, ബീറ്റ്റൂട്ടും മുട്ടയും ഉള്ളിയെല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു തോരൻ. അപ്പോൾ ഈ മുട്ടയും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ബീറ്റ്റൂട്ടിൻ്റേതായ ഒരു മണമൊന്നുമില്ല, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ശരിയാക്കി നോക്കണം, ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ഓക്കേ, ബൈ.